തൊടുപുഴയിലെത്തുമ്പോൾ നമുക്ക് ആദ്യ ഓർമ്മയിലേക്ക് വരിക നിശ്ചയമായും പി ജെ ജോസഫാണ്. മുൻ മന്ത്രിയും കേരള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളുമായ പി ജെ ജോസഫിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. തൽക്കാലം ആ റേഞ്ചിലേക്ക് ഉയരുന്ന മകൻ അപ്പു ജോൺ ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന കോർഡിനേറ്റർ ആണ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ അബു എന്നുള്ള പേര്, ഞാൻ പഥേർ പാഞ്ചാലി എന്ന മൂവിയിലാണ് അബു എന്നൊരു ക്യാരക്ടർ കണ്ടിട്ടുള്ളത്. ഈ പേരെങ്ങനെ വന്നു? അപ്പച്ചൻ വലിയ സത്യധൃതയുടെ ഫാനായിരുന്നു. അപ്പൊ ഞാൻ പ്രഡിക്ട് ചെയ്തത് പഥേർ പാഞ്ചാലി, അബുർ സൻസാർ, അപരാജിതോ 3 മൂവീസാണ്, 3 ട്രിലോഗി. അപ്പൊ അപ്പച്ചൻ ഈ മൂവി കണ്ടിട്ട് അപ്പു ശരിക്കും ബംഗാളിൽ ഓപ്പു എന്ന് പറയുന്നത് അപ്പൊ അത് കണ്ടപ്പോ എന്റെ അപ്പച്ചന്റെ മൂത്ത പെങ്ങന്മാരുടെ അവർക്ക് ആമ്പിള്ളേരുണ്ടായപ്പം അപ്പച്ചൻ ആ പേര് ഇടാൻ ശ്രമിച്ചു. അവരാരും സമ്മതിച്ചില്ല. അവസാനം ഞാൻ ജനിച്ചപ്പോ അത് എനിക്ക് തന്നെ വീടും. എന്റെ മക്കള് ഒരാള് ജോസഫും ജോർജും ആണ്. കുഞ്ഞൌസേപ്പും ജോർജ് കുട്ടി. വീട്ടിലെ അബൂന്ന് വിളിക്കോ അപ്പൂന്ന് വിളിക്കോ? ഞങ്ങൾ ഡെസ്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ അപ്പു ജോൺ ജോസ് എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും, അപ്പു ആണോ അബു ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നെ എന്റെ പേര് വിളിക്കുന്നത് എന്റെ അപ്പച്ചനും അമ്മയും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും ഒന്നുകിൽ അപ്പു എന്നാ വിളിക്കുന്നത്, അല്ലെങ്കിൽ അബു എന്നായി പോകും. അബു എന്ന് വിളിക്കുന്നത് കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പൊ അത് ക്ലിയർ ആയി, അബു ആണ്. അബു ജോൺ ജോസഫ് അപ്പു. എങ്ങനെയുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കാറ്റ്? UDF അനുകൂല കാറ്റ് തന്നെയാണോ? തൊടുപുഴ തീർച്ചയായിട്ടും ഒരു UDFന്റെ ഒരു പൊന്നാപുരം കോട്ടയാണ്. ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പൊ മുനിസിപ്പാലിറ്റി എടുക്കുവാണെങ്കിൽ മുനിസിപ്പാലിറ്റി UDF ജയിച്ചു, ഭൂരിപക്ഷം കിട്ടി. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ആളുകളെ കാലുമാറ്റവും ഇപ്പം അവരൊക്കെ അയോഗ്യരായി. പക്ഷെ ഈ തവണ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദപരവും വളരെ സാഹോദര്യപരവും ഒക്കെ ആയിരുന്നു നമ്മുടെ UDFന്റെ സീറ്റ് ചർച്ചയൊക്കെ. മുനിസിപ്പാലിറ്റിയൊക്കെ നേരത്തെ സീറ്റ് ചർച്ച കഴിഞ്ഞു. ഈ പ്രാവശ്യം ഒരു വമ്പിച്ച നല്ല ഭൂരിപക്ഷത്തിൽ മുനിസിപ്പാലിറ്റി സൗഹാർദ്ദപരമായിരുന്നു സീറ്റ് ചർച്ച എന്ന് അങ്ങ് പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ സീറ്റ്, അതായത് പത്രിക നൽകേണ്ട അവസാന മണിക്കൂറുകളിലടക്കം ഇവിടെ വലിയ ചർച്ചകൾ എന്ന് വെച്ചാൽ ലീഗ് റിബലായി നിൽക്കുന്നു. ലീഗിന്റെ പല സീറ്റുകളിലും അവർക്ക് കാര്യമായ എന്ന് വെച്ചാൽ ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തമ്മിലുള്ള സീറ്റ് ചർച്ചകളിൽ കാര്യമായ ഉടക്കുണ്ടാകുന്ന വാർത്തകളൊക്കെയാണ് ഞങ്ങൾ പല ഇടങ്ങളിലായി കേട്ടത്. അപ്പോൾ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധം സീറ്റ് നിർണയം ഇക്കുറി കുറെ കൂടി സങ്കീർണമായോ? അല്ല, ഇക്കുറി സീറ്റ് നിർണയം മുൻകാലങ്ങളിൽ ഭയങ്കര സങ്കീർണമായിരുന്നു പല മണ്ഡലങ്ങളും. ഈ പ്രാവശ്യം വളരെ സൗഹൃദ തൊടുപുഴ മുനിസിപ്പാലിറ്റി കാര്യത്തിലെ വലിയ വിഷയങ്ങളില്ല. അത് ചില പാർട്ടികളുടെ ആഭ്യന്തരമായി അവിടെയൊക്കെ ആളുകളെ 1-2 പേരൊക്കെ റിബലൊക്കെ നിൽക്കാൻ. ലീഗിന് ഇപ്പോൾ റിബലില്ല. ലീഗിന്റെ 9 സീറ്റും ലീഗ് തന്നെ മത്സരിക്കുന്ന. കേരള കോൺഗ്രസിന്റെ സീറ്റിലും കുഴപ്പമില്ല. അവിടെയൊക്കെ ചെറിയ റിബൽ ശല്യമുണ്ട്. പക്ഷെ അതൊക്കെ ജയിക്കും. ശക്തമായ സീറ്റുകളിലാണ് എല്ലാവരും നമ്മൾ. ജോസഫ് വിഭാഗം എവിടെയൊക്കെ ഏതൊക്കെ സീറ്റുകളാണ് മത്സരിക്കുന്നത്? ഇവിടെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 8 സീറ്റുണ്ട്. ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ മാത്രം വാർഡുകളും ബ്ലോക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ 81 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ജോസഫ് വിഭാഗം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ്, ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ്. പക്ഷെ ഇവിടെ തൊടുപുഴയിലുണ്ടല്ലോ, കഴിഞ്ഞ വർഷം ടൈറ്റ് ആയിരുന്നു. LDFന് പോയി അവസാന നിമിഷം പല നീക്കങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങളൊക്കെ ലാസ്റ്റ് 6 മാസമേ കിട്ടിയിട്ടുള്ളൂ UDFന്. ഇപ്രാവശ്യം എന്തായിരിക്കും അവസ്ഥ? 6 മാസം കൊണ്ടാണ് ശരിക്കും ഈ മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും വികസനങ്ങളൊക്കെ നടന്നത്. 4.5 വർഷം ചുമ്മാ ഇരിക്കുമായിരുന്നു. ഈ വർഷം അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ഇവിടെ വികസനം വരണമെങ്കിൽ തൊടുപുഴയുടെ വികസന നായകനായ പി ജെ ജോസഫ് പ്രതിദാനം ചെയ്യുന്ന മുന്നണി ഇവിടെ മുനിസിപ്പാലിറ്റി അധികാരം വന്നാൽ മുനിസിപ്പാലിറ്റി രക്ഷപ്പെടും. അതുകൊണ്ട് ജനങ്ങളും വോട്ട് ചെയ്യും. ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ തീർച്ചയായിട്ടും 6 മാസം കൊണ്ട് നമ്മുടെ ദീപക് ചെയർമാനായി വന്നതിന് ശേഷമാണ് ശരിക്കും തൊടുപുഴയിൽ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നത്. ഒരു നല്ല മെജോറിറ്റി കിട്ടിയാൽ മാത്രമേ നന്നായി ഭരിക്കാൻ കഴിയൂ, ജനങ്ങളിലേക്ക് വികസനം എത്തിക്കാൻ കഴിയൂ. അപ്പോൾ ഇക്കുറി ഈ നാടകീയതകളൊന്നുമില്ലാതെ, ഈ അവിശ്വാസ പ്രമേയങ്ങളോ കാലുമാറ്റങ്ങളോ ഒന്നുമില്ലാതെ ഒരു നല്ല മെജോറിറ്റിയോടുകൂടി ഭരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ചില സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഒക്കെയാണ് ഈ ഒരു പിന്നീട് അത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും പിന്നീട് ഭരണം കിട്ടുമ്പോഴൊക്കെ വരികയും ചെയ്തത്. ഈ പ്രാവശ്യം ആ രീതിയിലുള്ള വിഷയങ്ങളൊന്നും തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നല്ല ഭൂരിപക്ഷം കിട്ടി. വരുന്ന 5 വർഷം തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഒരു സുവർണ കാലമായിരിക്കും. ഇക്കുറി നിങ്ങൾ വോട്ടർമാരിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ? പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്ന് പറയുന്നതല്ല, ഈ കഴിഞ്ഞ സാധാരണ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സർക്കാർ നയം പ്രഖ്യാപിക്കേണ്ടത് അധികാരത്തിൽ വന്ന ആദ്യത്തെ 2-3 മാസങ്ങൾക്കുള്ളിൽ അത് ആദ്യത്തെ ബജറ്റിലാണ്. ഈ കഴിഞ്ഞ 4.5 വർഷം ഉറങ്ങിക്കിടന്ന് അല്ലെങ്കിൽ ഉറക്കം നടത്തി നിങ്ങളെ കണ്ടാണ് ഈ ഒരു മാസം മുമ്പ് 11-13 ബില്ലുകളൊക്കെ ഒന്നിച്ചിരുന്ന് അസംബ്ലിയിൽ പാസ്സാക്കുന്നത്. ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരുന്നു എന്ന് പറയുന്നത് 40 ലക്ഷം തൊഴിൽ. നിങ്ങളൊരു പത്രത്തിൽ നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയുമ്പോൾ കഴിഞ്ഞ
2021 ഏപ്രിൽ മാസം 6-ാം തീയതി കേരളത്തിലെ എല്ലാ ദിനപത്രങ്ങളിലും ഇവരുടെ ഒരു LDFന്റെ പരസ്യമുണ്ടായിരുന്നു. 900 ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ്. അതിനകത്ത് തന്നെ 11 ഉറപ്പുകൾ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 11 എണ്ണം. അപ്പം അതിനകത്ത് ഒരു 3 ഞാൻ പറയാം. ഒന്ന് നടപ്പാക്കിയിട്ട്, അതായത് 40 ലക്ഷം പേർക്ക് തൊഴിൽ, എല്ലാവർക്കും വീട്, റബ്ബറിന് തറവില 250 രൂപ, കർഷകന്റെ വരുമാനത്തിൽ 50% കണ്ട് വർധനവ്, എല്ലാ BPL കുടുംബങ്ങൾക്കും സൗജന്യമായിട്ട് വീട്ടിൽ ഇന്റർനെറ്റ് കണക്ഷന്. ഇനിയാണ് ഏറ്റവും രസകരമായൊരു ഉറപ്പ്, അഴിമതി രഹിത കേരളം. അതായിരുന്നു ഏറ്റവും വലിയ ഉറപ്പ്. മതനിരപേക്ഷ കേരളം. ഈ പറയുന്ന 11-ല് ഒന്നും ഇതുവരെ ക്ഷേമ പെൻഷൻ 2500 രൂപ, വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന് വേണ്ട, ഇങ്ങനെ ഒരു 11 എണ്ണം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അതിൽ ഒന്നുപോലും നടപ്പാക്കാത്ത സർക്കാരാണ്. അവർ എന്ത് പറഞ്ഞാൽ ഇനി ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ? ജില്ലാ പഞ്ചായത്ത്